ഹലോ, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഉള്ളിൽ അടക്കിവെച്ച വിഷമങ്ങളെയും പ്രയാസങ്ങളെയും എങ്ങനെ ഒഴിവാക്കാമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ അതിനുള്ള വഴികളാണ് നോക്കാൻ പോകുന്നത്. ലെറ്റിംഗ് ഗോ എന്ന പ്രശസ്തമായ പുസ്തകത്തിലെ 5 പ്രധാന പാഠങ്ങളിലൂടെ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദേഷ്യം, സങ്കടം, പേടി ഇങ്ങനെയുള്ള വികാരങ്ങൾ ഒരു വലിയ ഭാരം പോലെ നമ്മളെ പിന്നോട്ട് വലിക്കാറുണ്ട്, അല്ലേ? സത്യത്തിൽ ഈ വികാരങ്ങളെയൊക്കെ എങ്ങനെയാണ് നമ്മൾ ശരിയായി കൈകാര്യം ചെയ്യേണ്ടത്? നമുക്ക് നോക്കാം. ഈ പുസ്തകത്തിൽ ഇതിനെ വിളിക്കുന്നത് അക്യൂമുലേറ്റഡ് പ്രഷർ അഥവാ അടിഞ്ഞുകൂടിയ സമ്മർദ്ദം എന്നാണ്. നമ്മൾ അറിയാതെ തന്നെ നെഗറ്റീവ് വികാരങ്ങളുടെ ഒരു വലിയ ഭാണ്ഡം നമ്മുടെ ഉള്ളിൽ പേറി നടക്കുന്നുണ്ട്. സത്യത്തിൽ നമ്മുടെ മിക്ക പ്രശ്നങ്ങളുടെയും യഥാർത്ഥ കാരണം പുറത്തല്ല, ഈ ഉള്ളിൽ അടിഞ്ഞുകൂടിയ ഭാരം തന്നെയാണ്. അപ്പോ ഈ ആശയങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ നമ്മൾ 5 പ്രധാന പാഠങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. അവസാനം നിങ്ങൾക്ക് ഉടൻ തന്നെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ടിപ്പും നമ്മൾ ചർച്ച ചെയ്യും. സോ ലെറ്റ്സ് ബിഗിൻ. അപ്പോ ഈ ഉള്ളിലെ സമ്മർദ്ദം വരുമ്പോൾ നമ്മൾ സാധാരണയായി എന്താണ് ചെയ്യാറുള്ളത്? പുസ്തകം പറയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴികൾ പലപ്പോഴും തെറ്റാകാറുണ്ട്, അത് പ്രശ്നം കൂടുതൽ വഷളാക്കുകയുള്ളൂ എന്നാണ്. സാധാരണയായി നമ്മൾ ഈ 3 വഴികളാണ് തിരഞ്ഞെടുക്കുന്നത്. ഒന്നുകിൽ ആ വികാരങ്ങളെ ഉള്ളിൽ തന്നെ അടിച്ചമർത്തും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മേൽ ദേഷ്യമായി പൊട്ടിത്തെറിക്കും. അതുമല്ലെങ്കിൽ സിനിമ കണ്ടോ, ഭക്ഷണം കഴിച്ചോ, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് അതിൽ നിന്ന് ഒഴിച്ചോടാൻ ശ്രമിക്കും. ഇവിടത്തെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു വികാരത്തെ ഉള്ളിലേക്ക് അടിച്ചമർത്തുമ്പോൾ അത് അപ്രത്യക്ഷമാവുന്നില്ല. പകരം അത് മറ്റൊരാളോടുള്ള ദേഷ്യമായോ കുറ്റപ്പെടുത്തലായോ പുറത്തുവരുന്നു. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ഉള്ളിലെ പ്രശ്നം നമ്മൾ മറ്റുള്ളവരിൽ കാണാൻ തുടങ്ങുന്നു. എവിടെയാണ് നമ്മൾ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠത്തിലേക്ക് എത്തുന്നത്? പ്രശ്നത്തിന്റെ യഥാർത്ഥ ഉറവിടം പുറത്തുള്ള സാഹചര്യങ്ങളോ ആളുകളോ അല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഈയൊരു വാചകം ശരിക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. പുറത്തുള്ള സാഹചര്യങ്ങളോ ആളുകളോ അല്ല നമ്മളെ വിഷമിപ്പിക്കുന്നത്, മറിച്ച് ആ സാഹചര്യങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് കാര്യം. അതായത് നമ്മുടെ ഉള്ളിലെ വികാരങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്ന ലോകത്തെ ഉണ്ടാക്കുന്നത്. ഇതൊന്ന് നോക്കൂ, വളരെ സിമ്പിളായി ഈ ആശയം ഇവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഭയമാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം മുഴുവൻ അപകടം നിറഞ്ഞതായി തോന്നും. ദേഷ്യമാണെങ്കിലോ ലോകം മുഴുവൻ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്നതായി തോന്നും. നമ്മൾ ഏത് നിറത്തിലുള്ള കണ്ണട വെച്ചാണോ നോക്കുന്നത്, അതായിരിക്കും ലോകത്തിന്റെ നിറം. അപ്പോ വികാരങ്ങളോട് പോരാടുകയല്ല വേണ്ടതെങ്കിൽ പിന്നെന്താണ് ശരിയായ വഴി? ഇവിടെയാണ് പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം വരുന്നത്: സറണ്ടർ, അല്ലെങ്കിൽ കീഴടങ്ങൽ. കീഴടങ്ങുക എന്ന് കേൾക്കുമ്പോൾ തോൽവി സമ്മതിക്കുക എന്നല്ലട്ടോ അർത്ഥം. മറിച്ച് ആ വികാരത്തോട് മല്ലിടാതെ അതിന് വെറുതെ വന്നുപോകാൻ അനുവദിക്കുക എന്നതാണ്. എനിക്ക് ദേഷ്യം വരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നതിനു പകരം, ഓക്കെ, എനിക്കിപ്പോൾ ദേഷ്യമുണ്ട് എന്നതിനെ അംഗീകരിക്കുക. അതായത്, എന്തുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നു എന്ന് ചിന്തിച്ച് തല പുണ്ണാക്കുന്നതിനു പകരം ആ ദേഷ്യത്തിന്റെ ഊർജ്ജത്തെ പൂർണ്ണമായും അലിഞ്ഞു പോകാൻ അനുവദിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ പ്രശ്നത്തിന്റെ വേര് തന്നെ ഇല്ലാതാകുന്നു, ഉത്തരങ്ങൾ തനിയെ വരും. പക്ഷെ ഈ വികാരങ്ങളെ ഇങ്ങനെ അതിന്റെ വഴിക്ക് വിടണമെങ്കിൽ നമുക്കൊരു പ്രത്യേകതരം ശക്തി ആവശ്യമാണ്. നെഗറ്റീവ് എനർജിയിൽ നിന്ന് പോസിറ്റീവ് എനർജിയിലേക്കുള്ള ആ മാറ്റത്തിന്റെ തുടക്കമാണ് ധൈര്യം. ഈ പുസ്തകത്തിൽ വികാരങ്ങളുടെ ഊർജ്ജനിലയെ അടയാളപ്പെടുത്താൻ ഒരു സ്കെയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതില് 200 എന്ന സംഖ്യ ധൈര്യത്തെ ആണ് കുറിക്കുന്നത്. ഇതൊരു വെറും നമ്പറല്ല, ഇതൊരു നിർണായകമായ ടേണിംഗ് പോയിന്റാണ്. ഈ താരതമ്യം ഒന്ന് ശ്രദ്ധിക്കൂ. 200-ന് താഴെയുള്ള ദേഷ്യം, ഭയം പോലുള്ള വികാരങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഊർജ്ജം വലിച്ചെടുക്കുന്നവയാണ്. അവ നമ്മളെ ദുർബലരാക്കും. എന്നാൽ ധൈര്യത്തിനു മുകളിലുള്ള സ്നേഹം, സന്തോഷം പോലുള്ള വികാരങ്ങൾ മറ്റുള്ളവർക്ക് ഊർജ്ജം നൽകുന്നു. അത് നമ്മളെയും മറ്റുള്ളവരെയും ഒരുപോലെ ശക്തിപ്പെടുത്തും. അപ്പോ എങ്ങനെയാണ് ഈ ധൈര്യത്തിന്റെ ലെവലിലേക്ക് നമുക്കെത്താൻ കഴിയുക? വഴി വളരെ ലളിതമാണ്. നമ്മളോട് തന്നെ സത്യസന്ധത പുലർത്തുക. എനിക്കിത് കഴിയില്ല എന്ന് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും അതിന്റെ യഥാർത്ഥാർത്ഥം എനിക്കിത് ചെയ്യാൻ പേടിയാണ് എന്നായിരിക്കും. ആ ഭയം അംഗീകരിക്കുന്ന നിമിഷം തന്നെ നിങ്ങൾ ധൈര്യത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചു കഴിഞ്ഞു. ഇനി നമ്മളെ എപ്പോഴും കെട്ടിയിടുന്ന 2 കാര്യങ്ങളുണ്ട്. 1, കഴിഞ്ഞുപോയ കാലം. 2, വരാനിരിക്കുന്ന കാലം. ഇവയെ എങ്ങനെ സ്വതന്ത്രമാക്കാമെന്നതിനുള്ള 2 പാഠങ്ങളാണ് നമ്മൾ ഒരുമിച്ച് നോക്കാൻ പോകുന്നത്. നോക്കൂ, ഭൂതകാലത്തിൽ നടന്ന സംഭവങ്ങളെ നമുക്ക് മാറ്റാൻ കഴിയില്ല, അത് കഴിഞ്ഞുപോയി.
പക്ഷേ ആ സംഭവങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന അർത്ഥം, അതിനെ നമ്മൾ കാണുന്ന രീതി മാറ്റാൻ സാധിക്കും. അതുപോലെ ഭാവിയെക്കുറിച്ചുള്ള അമിതമായ പ്രതീക്ഷകളും ആശങ്കകളും നമ്മളെ ഒരു തടവറയിലാക്കും. അതിൽ നിന്നും നമുക്ക് മോചനം നേടാൻ പഠിക്കണം. വിക്ടർ ഫ്രാങ്കലിന്റെ ഈ വാക്കുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആശയത്തെ വളരെ മനോഹരമായി വ്യക്തമാക്കുന്നുണ്ട്. എത്ര മോശം സാഹചര്യത്തിലൂടെ കടന്നുപോയാലും അതിനോട് എന്ത് മനോഭാവം പുലർത്തണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എപ്പോഴും നമ്മുടേത് മാത്രമാണ്. ഇതാണ് ഭൂതകാലത്തെ മാറ്റിയെഴുതാനുള്ള നമ്മുടെ ഏറ്റവും വലിയ പവർ. ഇനി ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ പേടികളെ നേരിടാൻ ഈ ഒരു ചോദ്യം സ്വയം ചോദിച്ചു നോക്കുക. ഇത് സ്നേഹവും ആശ്രിതത്വവും, അതായത് അറ്റാച്ച്മെന്റും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി കാണിച്ചു തരും. മറ്റൊരാളുടെ സന്തോഷമാണ് നിങ്ങൾക്ക് വലുതെങ്കിൽ അത് യഥാർത്ഥ സ്നേഹമാണ്. എന്നാൽ അവരെ സ്വന്തമാക്കാനും നിയന്ത്രിക്കാനുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് വെറും അറ്റാച്ച്മെന്റ് മാത്രമാണ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി എവിടെ നിന്ന് തുടങ്ങണം, അല്ലേ? ഇതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഏറ്റവും ലളിതമായ ആദ്യത്തെ പടി എന്താണെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് എന്ത് വികാരമാണോ തോന്നുന്നത്, അത് ദേഷ്യമാവാം, സങ്കടമാവാം, ഭയമാവാം, അതിനെ വെറുതെ ഒന്ന് അംഗീകരിക്കുക. അതിനെ മാറ്റാൻ ശ്രമിക്കരുത്, അതിനെപ്പറ്റി കുറ്റബോധം തോന്നരുത്. ഓക്കെ, എനിക്കിപ്പോൾ ദേഷ്യം തോന്നുന്നുണ്ട്, അത്രമാത്രം. ഈ ഒരൊറ്റ അംഗീകാരം തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അപ്പോ ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ ഓർക്കുക. ഈ മാനസിക ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം സ്വതന്ത്രരാകുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് പുതിയ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.